കോൺഗ്രസിന്റെ ഗംഭീരമായ തിരിച്ചുവരവാണ് 2023 നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ സംഭവിച്ചത്. കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന സംസ്ഥാനത്തെ തെലങ്കാനയുടെ പ്രദേശ് കമ്മിറ്റി കോൺഗ്രസ് അധ്യക്ഷനായ രേവന്ത് റെഡ്ഡിയുടെ മികവാർന്ന വിജയമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിനെ അധികാരത്തിലേക്ക് എത്തിച്ചത്. അന്നു മുതൽ കോൺഗ്രസ് അഹോരാത്രം പണിപ്പെടുകയാണ്. BJP എങ്ങെന്നില്ലാത്ത ഒരു വളർച്ച തെലങ്കാനയുടെ മണ്ണിൽ കൈവരിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ BJPക്ക് കോൺഗ്രസിൻ്റെ അത്ര വോട്ട് ഷെയർ ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിനോളം സീറ്റുകൾ ഉണ്ടായിരുന്നു. അതായത് 8 സീറ്റുകൾ കോൺഗ്രസിനും 8 സീറ്റുകൾ BJPക്കും. ഒരു സീറ്റ് ഹൈദരാബാദിൽ നിന്നും OIC നേടിയ സീറ്റാണ്. ഇങ്ങനെയാണ് 17 ലോക്സഭാ സീറ്റുകളുള്ള തെലങ്കാനയിലെ ഡിസ്ട്രിബ്യൂഷൻ. കൃത്യമായി പറഞ്ഞാൽ 9 കൊല്ലം തെലങ്കാന സംസ്ഥാനം രൂപീകൃതമായത് മുതലുള്ള കാലഘട്ടം മുതൽ ഭരിച്ച ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടിയായ BRSന് നാമമാത്രമായ വോട്ട് ഷെയർ മാത്രമേ ലഭിച്ചുള്ളൂ. സീറ്റുകൾ ഒന്നും തന്നെ ലഭിച്ചില്ല. ഇപ്പോൾ BRS പടുകുഴിയിൽ ആണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇതിനിടയിൽ രക്ഷപ്പെടാനുള്ള കച്ചിത്തുരുമ്പ് എന്ന രീതിയിലേക്ക് BJPയിലേക്ക് ചേക്കേറാൻ കുറേയധികം BRS നേതാക്കൾ ശ്രമിക്കുമ്പോൾ BRSൻ്റെ രാജ്യസഭ MP ആയിട്ടുള്ള വ്യക്തിയും അതുപോലെ നിരവധി പ്രമുഖരായവരും കോൺഗ്രസിലേക്ക് രേവന്ത് റെഡ്ഡിയെ കണ്ട് ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു, ചേർന്നിരിക്കുകയാണ്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. റാവുവിൻ്റെ മകൾ BJPയുമായി ഒരു രഹസ്യ ഡീലിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ BJP നേതൃത്വമായി സംസാരിച്ചു എന്നാണ് വ്യക്തമാകുന്ന റിപ്പോർട്ട്. അതായത് ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ BJPയിലേക്ക് വളരെ വൈകാതെ തന്നെ ചെല്ലും എന്നുള്ളത് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം മറ്റൊരു വഴിയുമില്ല. ഇനി അവിടെ BJP വേഴ്സസ് കോൺഗ്രസ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. BJPക്ക് ഇപ്പോൾ നിലവിൽ വോട്ട് ഷെയർ കുറവാണെങ്കിലും വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അവരുടെ കണക്കൂട്ടൽ. കോൺഗ്രസിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിന് BRS കൂട്ടുനിൽക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതായത് BRSന് ഇനി കോൺഗ്രസിനെ നേരിടാനുള്ള കെൽപ്പോ അതിനുള്ള ശേഷിയോ ഇല്ല എന്ന് അവർക്ക് ബോധ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടിയാണ് വർഗീയത മാത്രം വിളമ്പുന്ന രീതിയിലുള്ള സംവിധാനമുള്ളവരെ കൂട്ടുപിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. ഏതായാലും ഇതിനുവേണ്ടി കിഷൻ റെഡ്ഡി ഒരു പരവതാനി തന്നെ വിരിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, BRSൻ്റെ വോട്ട് ഷെയറിലേക്ക് പകുതിയിൽ കൂടുതൽ BJPയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ BJPയുടെ നേതാക്കൾ തന്നെ BRSനെ കണ്ട് പറയുകയാണ്. അതിന് പ്രത്യുപകാരമായി BRSൻ്റെ പേരിലുള്ള കേസുകൾ, അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിലവിൽ വട്ടമിട്ട് പറക്കുന്നു. അവർക്ക് ഒരു കടിഞ്ഞാണിടാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകും എന്ന ഉറപ്പിന്മേൽ ഇത്തരത്തിലൊരു ഡീലിന് വേണ്ടിയുള്ള ശ്രമമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതായത് BRS BJPയുടെ B ടീമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വളരെ വൈകാതെ തന്നെ സർവാത്മന അതിലേക്ക് ലയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് അവരുടെ തീരുമാനം.